ഈ ലോകത്തിൽ വന്നിട്ട് മനുഷ്യന്മാർ ഒരുപാട് ബഹുമാനിക്കുന്ന ഇല്ലെങ്കിൽ ആരാധിക്കുന്ന എന്ന് പറഞ്ഞാൽ അത് ഒരു ദൈവമാണ്, അല്ലെങ്കിൽ അത് ഒരു ഡോക്ടറാണ്. എന്തിനാ എന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേരും വന്നിട്ട് അവരുടെ കയ്യിൽ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു ശക്തിയുണ്ട്. 23 ഏപ്രിൽ 2025 മരതഹള്ളി, ബംഗളൂരു. കെ മുനിറെഡ്ഡി ഒരിക്കലും മനസ്സിൽ വിചാരിച്ചില്ലായിരുന്നു ഈ ദിവസം വന്നിട്ട് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ ഇരിക്കുന്ന ദിവസം ആവൂ എന്ന്. എന്നും രാവിലെ എണീച്ചിട്ട് ജോലിന് പോകുന്ന പോലെയായിരുന്നു ആ ദിവസം രാവിലെ എണീച്ചിട്ട് ജോലിന് പോയത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഫോൺ വരും. എടുത്ത ശേഷം എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് കെ മുനിറെഡ്ഡി ഒരിക്കലും മനസ്സിൽ വിചാരിച്ചില്ലായിരുന്നു. ആ ഫോൺ എടുത്ത ശേഷം കെ മുനിറെഡ്ഡി ഒരുപാട് സങ്കടപ്പെടും. എന്നിട്ട് പെട്ടെന്ന് വീട്ടിലോട്ട് പോകും. ഒരു ദിവസം പുറകെ അവളുടെ മകളായ ഡോക്ടർ കൃതിക റെഡ്ഡി, വയസ്സ് 29, നല്ല രീതിയിലായിരുന്നു വീട്ടിൽ ആക്റ്റീവായിരുന്നത്. അവൾ ഇന്ന് രാവിലെ മരിച്ചുപോയി എന്ന് അറിഞ്ഞപ്പോൾ വീട്ടിൽ എല്ലാവരും ഒരുപാട് സങ്കടപ്പെട്ടു. ഇനീഷ്യലി ഇത് വന്നിട്ട് ഒരു നാച്ചുറൽ ഡെത്ത് ആയിരുന്നു അറിഞ്ഞത്. പിന്നെ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ നടന്നു. പിന്നെയാണ് മനസ്സിലായത് ഇതൊരു നാച്ചുറൽ ഡെത്ത് അല്ല, ഇതൊരു പ്ലാൻ ചെയ്ത് മർഡർ ചെയ്തതായെന്ന്. സ്വന്തം ഭർത്താവ് കാരണം ഇതിൻ്റെ പുറകെ എന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും ഒരുപാട് സങ്കടപ്പെട്ടു. അപ്പോൾ ഡോക്ടർ കൃതിക റെഡ്ഡി വന്നിട്ട് എങ്ങനെയായിരുന്നു മരിച്ച ശേഷം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ എന്താ അറിഞ്ഞത്, എങ്ങനെയായിരുന്നു ഈ സ്വന്തം ഭർത്താവ് വന്നിട്ട് ഇതിൻ്റെ പുറകിൽ എന്ന് കണ്ടെത്തിയത് എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇനി കാണാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രകാശ് ടോക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എല്ലാവർക്കും സ്വാഗതം ചെയ്യുവാണ്. അതിന് മുന്നേ ആദ്യമായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 26 മെയ് 2024 ഡോക്ടർ കൃതിക റെഡ്ഡി പിന്നെ ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി രണ്ടുപേരും ഫാമിലിയുടെ സമ്മതത്തോടെ ആയിരുന്നു ആ ദിവസം കല്യാണം കഴിക്കുന്നത്. ഡോക്ടർ കൃതിക റെഡ്ഡി വന്നിട്ട് ഡെർമറ്റോളജിസ്റ്റ് ആയിരുന്നു. ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. അതേ രീതിയിൽ ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി വന്നിട്ട് ഗാസ്ട്രോ എൻറ്റിയോളജിസ്റ്റ് ആയിരുന്നു. രണ്ടുപേരും ഡോക്ടറായിരുന്നു. രണ്ടുപേരും വന്നിട്ട് വർക്ക് ചെയ്തുകൊണ്ടുണ്ടായത് വിക്ടോറിയ ഹോസ്പിറ്റലായിരുന്നു. രണ്ടുപേരും ഡോക്ടർ ആയതുകൊണ്ട് പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയതുകൊണ്ട് കല്യാണത്തിൽ ഒരു കുറവ് വന്നില്ല. മാരേജ് കഴിഞ്ഞ് 11 മാസം വരെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു ഇവർ രണ്ടുപേരും താമസിച്ചുകൊണ്ടായത്. ഏപ്രിൽ 22, 2025 ആ ദിവസം ഇവർ തീരുമാനിച്ചിട്ട് രണ്ടുപേരും ഡോക്ടർ കൃതികയുടെ വീട്ടിലോട്ട് പോകും. എന്നിട്ട് അവൻ അവളെ വീട്ടിലിരുത്തിപ്പിച്ചിട്ട് ജോലിക്ക് പോകുമായിരുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ ഡോക്ടർ കൃതികന് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടായി. അവൾക്ക് അറസ്റ്റ് ആവശ്യമുണ്ടായിരുന്നു. അവളുടെ റൈറ്റ് ലെഗിൽ വന്നിട്ട് കനോല ഇട്ടിരിക്കുമായിരുന്നു. എന്തിനാ എന്ന് വെച്ചെങ്കിൽ ഡ്രോപ്സ് ഇൻജെക്ട് ചെയ്യാനാണ്. അവൾക്കത് ഒരുപാട് പെയിൻ എടുക്കുന്നുണ്ടായി. എന്നാലും അവളുടെ ഹസ്ബൻഡ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അത് സഹിച്ചിട്ട് അയച്ചു വെക്കാതെ ഇരുന്നത്. ജോലി കഴിഞ്ഞ് വന്ന മഹേന്ദ്ര റെഡ്ഡി വന്നിട്ട് രാത്രി സമയത്ത് ആ കനോല ത്രൂ അവൻ ഡ്രോപ്സ് ഇൻജെക്ട് ചെയ്യുന്നുണ്ടായി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ വന്നിട്ട് അവരുടെ അച്ഛൻ മകളോട് ചോദിക്കൂ എന്തിനാ അത് ഇട്ടിരിക്കുന്നതെന്ന്, ഒരുപാട് പെയിൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് അയച്ചു കളാ എന്ന്. അപ്പോൾ ആ സമയത്ത് അവൾ പറയും ഇല്ല, ഹസ്ബൻഡ് പറഞ്ഞിരിക്കുവാണ് ഒരു ദിവസം കൂടി അത് ഉണ്ടാവട്ടെ, ലാസ്റ്റായിട്ട് ഒരു ഡ്രോപ്സ് ഇടാണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അയച്ചു കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പെയിനൊക്കെ കുറയും എന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് എന്ന് ഡോക്ടർ കൃതിക റെഡ്ഡി വന്നിട്ട് അവളുടെ അച്ഛനോട് പറയും. ആ ദിവസം രാത്രി ഏപ്രിൽ 22 അവൻ ജോലിയിൽ നിന്ന് വന്നിട്ട് എന്നും പോലെ തന്നെ ആ ഡ്രോപ്സിന് വന്നിട്ട് അവൻ ഇൻജെക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഡേ 23 ഏപ്രിൽ 2025 ഡോക്ടർ കൃതിക റെഡ്ഡിയുടെ അച്ഛൻ വന്നിട്ട് നോർമലായി ദിവസം ജോലിക്ക് പോകുന്ന പോലെ തന്നെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി. ആ ദിവസം അമ്മ വന്നിട്ട് കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ കൃതികയുടെ റൂമിൽ നിന്ന് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി ഒരുപാട് ഒച്ചയിൽ ചീറുന്ന ഒച്ച കേട്ടിട്ട് അവരുടെ അമ്മ റൂമിലോട്ട് ചെല്ലും. അവിടെ തൻ്റെ മകൾ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് അവർ ഒരുപാട് സങ്കടപ്പെടും. ഇന്നലെ അത്ര ഒരുപാട് സന്തോഷത്തോടെ ചിരിച്ച് കളിച്ചുകൊണ്ടിരുന്ന നല്ല ആക്റ്റീവായിട്ട് ഉണ്ടായ മകൾ രാവിലെ പെട്ടെന്ന് മരിച്ചുപോയി എന്ന് പറയുമ്പോൾ നല്ല ഷോക്കിങ്ങിലായിരുന്നു അവർ ഉണ്ടായ ആ സമയത്ത്. എന്നിട്ട് അവർ നിയർ ബൈ ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ ഡോക്ടർ വന്നിട്ട് ബ്രോഡ് ഡെഡ് എന്ന് മെൻഷൻ ചെയ്തു. എന്നിട്ട് പോലീസ് അൺനാച്ചുറൽ ഡെത്ത് എന്ന് രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യും. അൺനാച്ചുറൽ ഡെത്ത് ആയതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങും. എന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ഫാമിലിയുടെ സമ്മതം ചോദിക്കും. എന്നാൽ മാത്രമാണ് മരിക്കാൻ ശരിക്കുള്ള കാരണം എന്താണെന്ന് കണ്ടെത്താൻ പറ്റുന്നതെന്ന് പറയും. ഇനിഷ്യലി വന്നിട്ട് ഡോക്ടർ കൃതിക റെഡ്ഡിയുടെ ഹസ്ബൻഡായ മഹേന്ദ്ര റെഡ്ഡി വന്നിട്ട് കൃതിക റെഡ്ഡിയുടെ ഫാമിലീനെ ഒരുപാട് കൺവിൻസ് ചെയ്യും പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യുന്ന വേണ്ട, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ടെങ്കിൽ അവളുടെ ബോഡിയൊക്കെ കട്ട് ചെയ്യും, എനിക്കതൊക്കെ സഹിക്കാൻ പറ്റത്തില്ല, എനിക്ക് അതൊക്കെ കാണാൻ പറ്റത്തില്ല, ഇപ്പം തന്നെ ഞാൻ അവൾ മരിച്ച സങ്കടത്തിലാണ്, പോസ്റ്റ്മോർട്ടം ഒന്നും വേണ്ട എന്ന് ഒരുപാട്
കൺവിൻസ് ചെയ്യാൻ നോക്കൂ. എന്നാൽ ഡോക്ടർ കൃതിക റെഡ്ഡിക്ക് ഒരു സിസ്റ്റർ ഉണ്ടായി. അവളുടെ പേര് വന്നിട്ട് നിക്കിത റെഡ്ഡി. അവളും ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ അവൾക്ക് ഒരുപാട് സംശയം ഉണ്ടായി. നല്ല സുഖത്തിലുണ്ടായ കൃതിക റെഡ്ഡി വന്നിട്ട് പെട്ടെന്ന് എങ്ങനെ മരിച്ചുപോയി എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണം. എന്നിട്ട് എന്താണ് ശരിക്കുള്ള റീസൺ എന്ന് കണ്ടെത്തണം എന്ന് അവൾ ഉറച്ചു നിന്നിട്ടുണ്ടായി. ഇതേ സമയത്ത് പോലീസ് ഇൻവെസ്റ്റിഗേഷനും FSL ഇൻവെസ്റ്റിഗേഷനും തുടങ്ങിയിട്ടുണ്ടായി. ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി യൂസ് ചെയ്തേക്കുന്ന ഡ്രോപ്സ് ആവട്ടെ, ഇഞ്ചെക്ട് ചെയ്യാൻ യൂസ് ചെയ്തേക്കുന്ന എല്ലാ സാധനത്തിനും പിന്നെ മെഡിസിനത്തിനും എല്ലാ സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അയച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിപ്പോർട്ട് വരുന്നത്. ഒക്ടോബറിലാണ് FSL റിപ്പോർട്ട് വന്നത്. റിപ്പോർട്ടിൽ കോസ് ഓഫ് ഡെത്ത് വന്നിട്ട് ദേഹത്തിൽ വന്നിട്ട് ഒരുപാട് പ്രൊപ്പോഫോൾ എന്ന് പറയുന്ന ഒരു മെഡിസിൻ്റെ കണ്ടൻറ്റ് ഒരുപാട് ഉള്ളുകൊണ്ടാണ്. ഈ പ്രൊപ്പോഫോൾ എന്ന് പറയുന്ന ഒരു പവർഫുൾ അനസ്തെറ്റിക് ഡ്രഗാണ്. ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അൺകോൺഷ്യസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇത് ഉപയോഗിക്കാറ്. ഡോക്ടർ കൃതികയുടെ ബോഡിയിൽ ഈ പ്രൊപ്പോഫോൾ എന്ന് പറയുന്ന കണ്ടൻറ്റ് ഒരുപാട് കണ്ടെത്തിയ രീതിയിൽ ഇതിൻ്റെ പുറകെ പോയപ്പോൾ ആ മെഡിസിനൊക്കെ വെരിഫൈ ചെയ്തപ്പോൾ അനലൈസ് ചെയ്തപ്പോൾ ലാബിൽ ചെന്നിട്ട് അവർക്കത് മനസ്സിലായി ഇത് സ്വന്തം ഭർത്താവായ ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി തന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ആ സമയത്ത് ഇഞ്ചെക്ട് ചെയ്തത് വന്നിട്ട് ഈ പ്രൊപ്പോഫോൾ ആയിരുന്നു. റിപ്പോർട്ടൊക്കെ വന്ന ശേഷം പോലീസ് വന്നിട്ട് ഒക്ടോബർ 12 വന്നിട്ട് ഈ ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡീനെ അറസ്റ്റ് ചെയ്തു. ഇനി അറിയാനുള്ള റീസൺ വന്നിട്ട് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി ഡോക്ടർ കൃതിക റെഡ്ഡീനെ ശരിക്കും കൊല്ലാനുള്ള മോട്ടീവ് എന്തായിരുന്നു എന്നാണ്. ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മോട്ടീവ് എന്താണ്, അതിൻ്റെ പുറകെ എന്താണ് ശരിക്കുള്ള കാരണം എന്ന് ഞങ്ങൾ ആവുന്നത്ര പെട്ടെന്ന് അറിയുന്നതായിരിക്കും. ഡോക്ടർ കൃതിക റെഡ്ഡി വന്നിട്ട് ഒരുപാട് ആഗ്രഹം വെച്ച ഒരു ഡോക്ടറായിരുന്നു. അവളുടെ മനസ്സിൽ വന്നിട്ട് ഒരു ഹോസ്പിറ്റൽ തുടങ്ങണം, അതിനകത്ത് അണ്ടർ പ്രിവിലേജ് ആയ എല്ലാവർക്കും മെഡിസിൻ പിന്നെ ട്രീറ്റ്മെൻറ്റ് കിട്ടണം എന്നായിരുന്നു അവളുടെ ഒരു ആഗ്രഹം. അണ്ടർ പ്രിവിലേജ്ഡ് എന്ന് പറയുമ്പോൾ ഈ പാവപ്പെട്ടവരാണ്, അവർക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ പോകാൻ പാടില്ല എന്നായിരുന്നു അവളുടെ മനസ്സിൽ വന്നിട്ട്. ഇതിനായി അവളുടെ അച്ഛൻ്റെ അടുത്ത് അവൾ സംസാരിച്ചിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ തുടങ്ങാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അതിൻ്റെ മുന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചത്.